ഹായ്, ഇന്ന് ഞാനുള്ളത് ബ്രസീലിലാണ്. ബ്രസീലിലെ സാൽവഡോർ. ഇവിടുത്തെ ക്രൂയിസ് ടെർമിനലാണിത് നേരെ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയുണ്ടെന്നോ എങ്ങോട്ട് പോകണമെന്നോ ഒന്നും ഒരു ഐഡിയയും ഇല്ല. ഒരു ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താ പറയുക, ആദ്യമായിട്ട് വരുന്നതിൻ്റെ ഒരു ചെറിയ പേടിയുണ്ട്. പക്ഷേ കുഴപ്പമില്ല, പോയി നോക്കാം. ഇവിടെ കുറച്ചപ്പുറത്ത് അവിടുന്ന് ടൗണിലേക്ക് പോകാനായിട്ട് ഒരു ലിഫ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അത് തപ്പിയാണ് പോകുന്നത്. ഇവിടുത്തെ സീബ്ര ക്രോസിംഗ് ഉണ്ടോ, പച്ച കളറ്. ഇത് എന്തോ ഒരു ഷോപ്പിംഗ് മാള് പോലെയാണ് ഇവിടുത്തെ. എന്തോ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. താങ്ക് യു. അതെ, ഞാൻ ഊഹിച്ചത് തന്നെ. കുറേ റെസ്റ്റോറൻറ്റും ഷോപ്പുകളും എല്ലാം ഉണ്ട്. എല്ലായിടത്തും നല്ല തിരക്കാണ്. ഈ നേരെ എൻ്റെ മുന്നിൽ കാണുന്ന ഈ ടവർ, ഇതൊരു ലിഫ്റ്റാണ്, ഒരു എലവേറ്ററാണ്. ഇതിൽ കയറിയാൽ ഇതിൻ്റെ മുകളിൽ ഒരു സിറ്റി ഉണ്ട്. ശരിക്കും അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഇതിൽ കയറാനായിട്ട് എങ്ങനെയാണ്, പേയ്മെൻറ്റ് ചെയ്യണോ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോയി നോക്കാം എന്തായാലും. ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ ഈ സ്ഥലം, സാൽവഡോർ. ഏകദേശം 30 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ. അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് വേർക്കുന്നൊക്കെ ഉണ്ട് തന്നെ. ഞാൻ ആ എലവേറ്റർ കയറി ഇതിൻ്റെ മുകളിലെത്തി. മുകളിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ വഴിയുണ്ടോ എന്നറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. സംഭവം കൊള്ളാം കേട്ടോ, മോളിൽ നിന്നുള്ളൊരു വ്യൂ. ലിഫ്റ്റ് കയറി മുകളിലെത്തിയത് വേറെ ഏതൊരു ലോകത്തെത്തിയതുപോലെ. എനിക്കെന്തായാലും ചെറിയ പേടിയുണ്ട് ഇതിൽ നടക്കാനായിട്ട്. അത്ര സേഫ് അല്ലെന്നാണ് പൊതുവെ പറയുന്നത്. അതുകൊണ്ട് പക്ഷെ നമ്മൾ നോക്കാം, പോയി നോക്കാം. ആ കെട്ടിടത്തിൻ്റെ മുകളിൽ പടം വരച്ച് വെച്ചേക്കുന്നത് കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ. നല്ല വെയിലാണ്, ചൂടുമുണ്ട്. കുറേ ഷോപ്പുകളൊക്കെ ഉള്ളൊരു സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു. ട്രാമിൻ്റെ ലൈനൊക്കെ ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു ട്രാമൊക്കെ ഇതിൽ പോകുമായിരിക്കും മിക്കവാറും. സംഭവം കൊള്ളാലോ.
തടി വെച്ച് ഉണ്ടാക്കിയ സാധനമാണ്. കൊള്ളാം കേട്ടോ. ഇവിടുത്തെ ഏതോ കത്തീഡ്രലാണ് എൻ്റെ മുന്നിൽ കാണുന്നത്. ഇതിലേതാണെന്ന് അത്ര ഐഡിയ ഇല്ല എനിക്ക്. ഇതാണോ അതോ ഇതാണോ? ആ, അതാണ്, ഈ കാണുന്നതാണ്. അവിടെ പോയി നോക്കാം എന്തായാലും. ഒരു ഐഡിയ കിട്ടാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. പോയി നോക്കാം. ആഹാ, അടിപൊളി. നമുക്ക് അവിടുന്ന് മുന്നോട്ട് കടന്നാൽ ഇവിടുത്തെ കത്തീഡ്രലിലെത്തും. ചുമ്മാ ചർച്ചൊന്ന് പോയി നോക്കാം. ഈ വരുന്ന ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇവിടെ കുറേ പേരെ ഞാൻ കണ്ടു ഈ ഒരു വേഷം ഇട്ടിരിക്കുന്നത്. 2-3 പള്ളികളുണ്ടല്ലോ ഇവിടെ. ഇത് ഒരെണ്ണം, അതിൻ്റെ ഇവിടെ വേറൊരെണ്ണം, അവിടെ മറ്റൊരെണ്ണം. കരിക്കൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഈ പള്ളിയുടെ മുന്നിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. പെരുന്നാൾ വല്ലതും ആണോ ആർക്കറിയാം. എന്തോ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല പഴക്കമുള്ളൊരു പള്ളിയാണല്ലോ കണ്ടിട്ട്. പള്ളിയുടെ അകത്ത് കയറാനുള്ളൊരു വഴിയാണ്. ഞാനതിൽ കയറി ചെന്നപ്പം അവിടെ ഒരു പുള്ളിക്കാരി പറഞ്ഞു കാശ് കൊടുക്കണമെന്ന്. പിന്നെ എൻ്റെ പട്ടി കൊടുക്കും കാശ്, അതും പള്ളിയിൽ കയറാനായിട്ട്. എന്തായാലും നമുക്ക് പുറത്തുനിന്ന് കാണാം. സംഭവം കൊള്ളാൻ തോന്നും കേട്ടോ. നല്ല പഴക്കമുള്ള പള്ളിയാണ്. ബ്രസീലിലെ സാൽവഡോർ എന്ന സ്ഥലമാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാനമായിട്ടാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണമായിട്ട് അങ്ങനെ അതിനുവേണ്ടി സമർപ്പിച്ചേക്കുന്നൊരു പള്ളിയായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. പള്ളിയുടെ ഈ സൈഡിലൂടെ നടന്ന ഒരു ചെറിയ സ്ട്രീറ്റാണ്. ഇതിലൊന്ന് പോയി നോക്കാം എന്താ സംഭവം. നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. ഇവിടെയും ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ആളുകളൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവും. തട്ടിപ്പറിച്ചാണ്ട് പോകുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് മനസ്സിൽ. ഞാനെന്തായാലും കുറച്ചങ്ങോട്ട് തിരിച്ച് പോകാമെന്ന് വെച്ചു.
ഇല്ലെങ്കിൽ പണി പാളും, ചിലപ്പോൾ വഴിതെറ്റിപ്പോവും. പള്ളിയുടെ അവിടെ ഞാൻ കുറച്ചങ്ങ് മാറി നോക്കാമെന്ന് ഓർത്തു. ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. എല്ലാം ഈ ചെറിയ ചെറിയ ഷോപ്പുകളാണ്. കളർഫുള്ളാണ് പൊതുവേ. ചെറിയ ചെറിയ കടകളിൽ ഒത്തിരി സാധനങ്ങൾ കിട്ടും. കുറേ ഡ്രസ്സും ബാഗുകളും മാഗ്നറ്റ്സൊക്കെ ഉണ്ട്. എത്ര ഇത് എഴുതി വെച്ചേക്കുന്നത്? 7 അതെനിക്ക് തോന്നുന്നു ബ്രസീലിയൻ ഇവിടുത്തെ പ്രൈസാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ കറൻസി എന്താണാവും അറിഞ്ഞൂടെ എനിക്ക്. സാൽവഡോർ മാഗ്നറ്റ് ഒരെണ്ണം വാങ്ങണമെന്നുണ്ട്, പക്ഷേ ഇവിടുന്ന് ഞാൻ വാങ്ങുന്നില്ല. അടുത്ത ദിവസം ഞാൻ വേറെ സ്ഥലത്ത് പോകുന്നുണ്ട്, റിയോയിൽ. അപ്പോൾ അവിടുന്ന് വാങ്ങാമെന്ന് വെച്ച്. ഇവിടുത്തെ ഒരു മെയിൻ സെൻട്രൽ ഏരിയ തന്നെയാണ് ഇത്. ഒരു ടിപ്പിക്കൽ ബ്രസീലിയൻ പ്ലേസ്. ഞാൻ എന്തായാലും ഇങ്ങോട്ട് കയറി വന്നത് ഇവിടെ കാണുന്ന ഒരു ലിഫ്റ്റ് വഴിയാണ്. ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. സോ അപ്പം ഞാൻ താഴേക്ക് തിരിച്ചു പോവുകയാണ്. താഴെ എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് പോയി നോക്കാം. ഇതിലാണ് ലിഫ്റ്റിൻ്റെ അകത്തോട്ട് പോകുന്ന വഴിയാണിത്. ജസ്റ്റ് ഒന്ന് താഴെ പോയി നോക്കാം താഴത്തെ കാഴ്ചകൾ. ഇതാണ് ആ ലിഫ്റ്റ്. ഈ ലിഫ്റ്റ് ഇറങ്ങി താഴേക്ക് പോകാൻ പറ്റും നമുക്ക്. ലിഫ്റ്റ് എത്തി, ജസ്റ്റ് കയറി താഴോട്ട് പോയി നോക്കാം. താഴെ എത്തി. ഇനി താഴത്തെ കുറച്ച് കാഴ്ചകൾ എന്തോ. ഇവിടെയും പ്രധാനമായിട്ട് ചെറിയ ഷോപ്പുകളൊക്കെ തന്നെയാണ്. ഷോപ്പിംഗ് സ്ട്രീറ്റുകളാണ് മുഴുവൻ. ഇവിടെയും ഒരു ബിൽഡിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ചർച്ചാണെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ കറക്റ്റ്. അതെ, ഇതൊരു പള്ളി തന്നെയാണ്. ഉള്ളിൽ കയറാൻ പറ്റുമോ? അപ്പോൾ ജസ്റ്റ് പോയി നോക്കാം.
നല്ല പഴക്കമുള്ളൊരു പള്ളിയാണ് എന്തായാലും. Um bocadinho de flor. പള്ളിയിൽ നിന്ന് ഞാൻ തിരിച്ചിറങ്ങി തിരിച്ച് ഷിപ്പിലേക്ക് പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നല്ല ചൂടാണ് എന്തായാലും. എന്നെയാണെങ്കിൽ വേർത്ത് ഒഴുകുവാണ്. ജസ്റ്റ് ഒന്നുകൂടെ കറങ്ങി നടന്നിട്ട് അതൊക്കെ തിരിച്ചു പോവുകയാണ്. ഞാൻ ഷിപ്പിലേക്ക് പയ്യെ തിരിച്ചു പോവുകയാണ്. പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് അടുത്ത ഡ്യൂട്ടിക്ക് പോകണം. എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ശരി.